ലോകരാജ്യങ്ങളെ കിടുകിട വിറപ്പിക്കുന്ന അല്ലെങ്കിൽ ശത്രുക്കളെ കിടുകിട വിറപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഇസ്രായേലിനെ പോലും വിറപ്പിച്ച ഒരു രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പേര് നിലവിൽ നമുക്ക് ആ കൂട്ടത്തിൽ ചേർക്കേണ്ടി വരും. കാരണം ഇറാനിയൻ ഏജന്റുമാർ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ യയിറിനെ ഇറാൻ വധിക്കാൻ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ അത് ശ്രമിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് തന്റെ മകന് നേരെ ഇറാൻ വധശ്രമം നടത്തിയതെന്ന് നെതന്യാഹു പറഞ്ഞത്. എന്നാൽ ഏത് മകനാണെന്നോ മറ്റു വിശദാംശങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല. നെതന്യാഹുവിന് 2 ആൺമക്കളും ഒരു മകളുമാണുള്ളത്. എന്നാൽ ഇത് യയിർ ആണെന്ന് ഒരു US മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. 2025 ഡിസംബറിലായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. അതിപ്പോഴാണ് നെതന്യാഹു പറയുന്നത്. അന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള വിമർശനം നെതന്യാഹു നേരിടേണ്ടി വരും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഫ്ലോറിഡയിലാണ് 35-കാരനായ യയിർ താമസിച്ചിരുന്നത്. അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇറാനിയൻ ഏജന്റുമാർ മിയാമിയിൽ ഉണ്ടായിരുന്നെങ്കിലും അപകട സാധ്യത കണക്കിലെടുത്ത് എത്രയും വേഗം ഇസ്രായേലിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വളരെ വേഗം സാധനങ്ങൾ പോലും എടുക്കാതെയാണ് യയിർ നാട്ടിലേക്ക് മടങ്ങിയത്. അതായത് നെതന്യാഹുവിന്റെ മകനെ ഉടുത്ത തുണിയിൽ നേരെ ഇസ്രായേലിലേക്ക് പറപ്പിക്കാനായിട്ട് ഇറാനിയൻ ഏജന്റുമാർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ വിറച്ചു എന്ന് തന്നെ നമുക്ക് തത്വത്തിൽ അംഗീകരിക്കേണ്ടി വരും. 2023 ഒക്ടോബർ 7-നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ലക്ഷക്കണക്കിന് സൈനികരും മനുഷ്യരും ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ മകൻ എന്തിനു വിദേശത്ത് താമസിക്കണമെന്നായിരുന്നു അന്ന് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വിമർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.